മന്ത്രിമാരായ എം.ബി. രാജേഷിന്റെയും പി.എ. മുഹമ്മദ് റിയാസിന്റെയും തർക്കത്തിൽ പാർട്ടി ഇടപെടില്ല. മന്ത്രിസഭയിലെ പ്രശ്നങ്ങൾ മുഖ്യമന്ത്രി പരിഹരിക്കുമെന്നാണ് വിശദീകരണം. മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടാൽ മാത്രമായിരിക്കും ഇടപെടുകയെന്നാണ് നേതൃത്വം വ്യക്തമാക്കുന്നത്. പ്രശ്നപരിഹാരത്തിനായി എം.ബി. രാജേഷുമായി മുഖ്യമന്ത്രി സംസാരിച്ചു. അതേസമയം സർക്കാരിന്റെ 4ാം വാർഷികാഘോഷ പരിപാടിയുടെ സമാപനത്തിൽ മന്ത്രി എം.ബി. രാജേഷ് പങ്കെടുക്കില്ല. വിവരങ്ങളുമായി റഹീസ് റഷീദ് നമുക്കൊപ്പം. റഷീദ്, എല്ലാ പ്രശ്നങ്ങളും മുഖ്യമന്ത്രി തീർക്കുമെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് സമാപന വേദിയിൽ ഒരു കസേര ഒഴിച്ചിടേണ്ടി വരുന്നത്? എം.ബി. രാജേഷ് വരാത്തത് എന്താണ്? സുജയ, എം.ബി. രാജേഷ് ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന് 18-ാം തീയതി തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെ അറിയിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ആ സമയത്ത് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന എം.ബി. രാജേഷ് പി.എ. മുഹമ്മദ് റിയാസ് തർക്കം ഇല്ലായിരുന്നു. അതിനു മുമ്പ് തന്നെ ഒരാഴ്ച അല്ലെങ്കിൽ ഈ പരിപാടി നടക്കുന്നതിന് മുമ്പ് തന്നെ എം.ബി. രാജേഷ് ഇന്ന് പാലക്കാട് ജില്ലയിലെ പല പ്രദേശങ്ങളിൽ നേരത്തെ ഏറ്റെടുത്ത പരിപാടികളുണ്ട്. ഒപ്പം വൈകിട്ട് 6 മണിക്ക് ശേഷം വ്യക്തിപരമായ ചില കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് വീട്ടിൽ നിൽക്കേണ്ട കാര്യമുണ്ട്. അതുകൊണ്ട് അവധി മുഖ്യമന്ത്രിയോട് ചോദിച്ചിരുന്നു എന്നാണ് എം.ബി. രാജേഷിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്. മുഖ്യമന്ത്രി അവധി എടുക്കാനുള്ള അല്ലെങ്കിൽ ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കാതിരിക്കാനുള്ള അനുമതി എം.ബി. രാജേഷിന് നൽകുകയും ചെയ്തു. അതുകൊണ്ടാണ് ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കാതിരിക്കുന്നത് എന്നതാണ് എം.ബി. രാജേഷ് നൽകുന്ന വിശദീകരണം. ഇതിൽ സ്മാർട്ട് സിറ്റി റോഡിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് എം.ബി. രാജേഷും പി.എ. മുഹമ്മദ് റിയാസും തമ്മിലുള്ള തർക്കത്തിൽ പാർട്ടി ഇടപെടേണ്ടതില്ല എന്നതാണ് നേതൃത്വം എടുത്തിരിക്കുന്ന തീരുമാനം. സർക്കാരിലെ പ്രശ്നങ്ങൾ, മന്ത്രിസഭയിലെ പ്രശ്നങ്ങൾ മുഖ്യമന്ത്രി തന്നെ പരിഹരിക്കുമെന്ന് പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കളോട് സംസാരിച്ചപ്പോൾ മുഖ്യമന്ത്രി തന്നെയാണ് അത് പരിഹരിക്കുക. അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് പരിഹരിക്കാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടെങ്കിൽ മാത്രം പാർട്ടി ഇടപെടൽ നടത്തുകയുള്ളൂ എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ എം.ബി. രാജേഷുമായി നിലവിലെ സാഹചര്യത്തിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചു. എം.ബി. രാജേഷ് പറയുന്നത് ഈ കഴിഞ്ഞ ദിവസത്തെ ഉദ്ഘാടനം മാത്രമല്ല, ഇതിനു മുമ്പുള്ള ഒരു 5 ഉദ്ഘാടനങ്ങളിൽ അല്ലെങ്കിൽ സ്മാർട്ട് സിറ്റി റോഡുമായി ബന്ധപ്പെട്ട ഇപ്പോൾ കലാഭവമണി റോഡ് പോലുള്ള പദ്ധതികളുണ്ടായിരുന്നു. അതിൻ്റെ ഉദ്ഘാടന ചടങ്ങുകളിൽ നിന്നും മന്ത്രിക്ക് വേണ്ടത്ര പ്രാധാന്യം നൽകിയില്ല. ഇത് ഇന്ന് തുടങ്ങിയതല്ല, കഴിഞ്ഞ കുറേ സമയങ്ങളായി തുടങ്ങിയതാണ് എന്നൊരു കാര്യമാണ് മുഖ്യമന്ത്രിയോട് എം.ബി. രാജേഷ് പറഞ്ഞതെന്നാണ് മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പ്രശ്നപരിഹാരം നടത്താൻ, അതായത് എം.ബി. രാജേഷിനെ ഒപ്പം നിർത്തി ഈ പ്രശ്നം അവസാനിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് നടത്തുന്നതെന്നാണ് മനസ്സിലാവുന്നത്. സുജയ, റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്. എം.ബി. രാജേഷ് മുഹമ്മദ് റിയാസ് തർക്കത്തിൽ ഇനി എന്ത് എന്നതാണ് അറിയേണ്ടത്. നമുക്ക്